ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. ചന്ദ്രിക അവളുടെ ക്യാബിനിൽ ഇരിക്കാതെ അപ്പുറത്തേക്ക് പോയിരുന്നിട്ട് പഴയ ആ സീറ്റിൽ പോയിരുന്നിട്ട് പറയാണ് സിദ്ധുവിനോട്, എന്തിനാ സാറേ ഞാൻ അവിടെ പോകുന്നത്? ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം, സാർ അവിടെ പോയിരുന്നോ? എന്താ ചന്ദ്രിക നീ പറയുന്നത്? നിന്നോട് മുത്തശ്ശൻ അവിടെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ടല്ലേ പോയത്? അദ്ദേഹം പറഞ്ഞത് ബഹുമാനിച്ച് നീ ആ സീറ്റിലാണ് ഇരിക്കേണ്ടത്. നോക്ക്, നിനക്ക് ജോലി അറിയോ ഇല്ലയോ അതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. എല്ലാം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. പക്ഷേ മുത്തശ്ശൻ പറഞ്ഞത് നീ അനുസരിക്കണം. ആദ്യം നീ നിൻ്റെ സീറ്റിൽ പോയി ഇരിക്കാൻ നോക്ക്. ചെല്ല്. സാറ് തന്നെ അവിടെ ഇരിക്കണം സാർ. മുത്തശ്ശനോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കാം. പറയുന്നതൊന്ന് കേൾക്ക് ചന്ദ്രികയെ, വന്ന് അവിടെ ഇരിക്കാൻ നോക്ക്. ഇതയും പറയാണ്, സിദ്ധു സാറ് പറയുന്നത് കേട്ടില്ലേ, നീ പോയി അവിടെ ഇരിക്കാൻ നോക്ക്. വീണ്ടും ചന്ദ്രിക പറയാണ്, വേണ്ട സാർ, ഞാൻ ഇവിടെ ഇരുന്നോളാം. എന്താണോ താനിങ്ങനെ, വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് സിദ്ധു ചന്ദ്രികയുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് വലിച്ചു കൊണ്ടുപോവുകയാണ്. നീ ഒന്നിനെയും പേടിക്കാൻ പാടില്ല. പേടിച്ചാൽ നിനക്ക് ഒന്നും നേടാൻ പറ്റില്ല. ആദ്യം നീ നിൻ്റെ പേടിയും ചമ്മലും എടുത്ത് ദൂരെ കളയും. എവിടെ വാ. പക്ഷേ ചന്ദ്രിക പോകാൻ മടിക്കുകയാണ്. എൻ്റെ കൂടെ വാ, വരാനല്ലേ പറഞ്ഞത്? ചന്ദ്രികയെ വാ എന്ന് പറഞ്ഞ് സിദ്ധു അവളുടെ ക്യാബിനിൽ അവളുടെ സീറ്റിൽ കൊണ്ടുപോയി ഇരുത്തുകയാണ്. ചന്ദ്രിക വീണ്ടും വീണ്ടും വിളിക്കുന്നത്, സാർ സാർ സാർ, വേണ്ട സാർ, വരാനല്ലേ പറഞ്ഞത്? സീറ്റൊക്കെ റെഡിയാക്കി. ഇരിക്കാം അങ്ങോട്ട്. വേണ്ട സാർ. ചന്ദ്രികയെ, ഞാൻ പറയുന്നത് കേൾക്ക്, ഇരിക്കാനല്ലേ പറഞ്ഞേ? വേണ്ട സാർ. വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇരിക്ക് എന്ന് പറഞ്ഞ് സിദ്ധു രണ്ട് കൈ കൊണ്ടും അവളെ പിടിച്ച് അവിടെ ഇരുത്തുകയാണ്. ചന്ദ്രികയെ നല്ല കംഫർട്ടബിളായി ചാരി അങ്ങോട്ടിരിക്കുക. ഏത് സാഹചര്യത്തിലും നീ ആത്മവിശ്വാസത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കണം. ചന്ദ്രികയെ, നമുക്ക് എപ്പോഴും സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടായിരിക്കണം. നീ മറ്റുള്ളവരെ ബഹുമാനിക്ക്, അവർ നിന്നെയും ബഹുമാനിക്കും. അത്രയേ ഉള്ളൂ. ശരി ചന്ദ്രികയെ, ഒരു ക്ലയൻറ്റ് വന്നിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് പോവാം. അദ്ദേഹത്തെ കണ്ടിട്ട് വന്നിട്ട് നിൻ്റെ ജോലി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഗുഡ്. അയ്യോ, സിദ്ധു സാർ എന്നെ ഇവിടെ ഇരുത്തിയിട്ട് പോയല്ലോ. ചന്ദ്രിക അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നോക്കിയിട്ട് പറയാണ്, എനിക്ക് ആകെ വെപ്രാളം തോന്നുന്നു. എന്താ ചെയ്യുക? ചന്ദ്രിക ആകെ വിയർക്കുകയാണ്. അപ്പോഴാണ് മേഘ അങ്ങോട്ടേക്ക് കയറി വന്നത്. മേഘ ചന്ദ്രികയെ കണ്ട് ഒന്ന് ഞെട്ടിയിട്ട് ചന്ദ്രിക ഒന്ന് കളിയാക്കിയിട്ട് നോക്കുകയാണ്. ചന്ദ്രികയാണോ? അവളെ കണ്ടപ്പോൾ തന്നെ എണീറ്റ്, ഗുഡ് മോർണിംഗ് മേഘ. മേഘ ഒരല്പസമയം കഴിഞ്ഞ് സീറ്റിൽ വന്ന് ഇരുന്നിട്ട് പറഞ്ഞു, ഗുഡ് മോർണിംഗ്. എന്താ ചന്ദ്രികയെ, ഇനി മുതൽ നീ ഇവിടെയാണോ ഇരിക്കാൻ പോകുന്നത്? മുത്തശ്ശൻ ഇവിടെ തന്നെ ഇരിക്കാനാണ് പറഞ്ഞേ. അദ്ദേഹം ക്യാബിനിൽ വന്നിരിക്കാൻ പറഞ്ഞാൽ നീ വന്നങ്ങ് ഇരിക്കുമോ? ഈ ക്യാബിനിലെ ഉള്ളിലേക്ക് വരാൻ ഒരു ബേസിക് ക്വാളിറ്റിയെങ്കിലും വേണം. ആ ക്വാളിറ്റി നിനക്കുണ്ടോ? നിനക്ക് വിദ്യാഭ്യാസമുണ്ടോ? ഇംഗ്ലീഷെങ്കിലും സംസാരിക്കാൻ അറിയോ? എങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ജോലിയിൽ നിനക്കെന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? ഇതൊന്നുമില്ലാതെ മഹേന്ദ്രൻ്റെ മകളാണെന്ന ഒരേ ഒരു കാരണം കൊണ്ട് നീ ഈ സീറ്റിൽ ഇരിക്കാൻ പാടുണ്ടോ? നിനക്ക് ഈ പോസ്റ്റൊന്നും സെറ്റാവില്ലെന്നേ. നീ അവരോട് ഈ ജോലി നിനക്ക് ശരിയാവില്ലെന്ന് പറഞ്ഞേ. നിനക്ക് എന്താണോ അറിയുന്നത് അത് പോയി ചെയ്. നിനക്ക് നന്നായിട്ട് പാത്രം കഴുകാൻ അറിയാം, നന്നായിട്ട് പാചകം ചെയ്യാൻ അറിയാം, നന്നായിട്ട് വീട്ടുജോലിയൊക്കെ ചെയ്യാൻ അറിയാലോ. അതാണ് നിനക്ക് കറക്റ്റ്. പോയി ആ ജോലി ചെയ്യാൻ നോക്ക്. നീ അച്ഛനമ്മമാരെ പറ്റിക്കാതെ അവരുടെ സ്വത്തെല്ലാം എഴുതി വാങ്ങാതിരുന്നെങ്കിൽ അവർ ഒരിക്കലും എന്നെ ഈ മുറിയിലേക്ക് കൊണ്ടുവരില്ലായിരുന്നു. നീ അവരോട് ചെയ്ത ദ്രോഹം കാരണം മനസ്സ് വിഷമിച്ച് അവർ എന്നെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. മേഘ ദേഷ്യത്തോടെ പറയാണ്, എനിക്ക് സ്വന്തമായിട്ടുള്ളത് ഞാനിങ്ങെടുത്തു. 25 വർഷമായിട്ട് നീയാണ് ഞങ്ങളുടെ മകൾ, നീയാണ് ഞങ്ങളുടെ അവകാശി എന്ന് പറഞ്ഞാ എന്നെ വളർത്തിയത്. വാങ്ങിയ സ്വത്തെല്ലാം നിനക്കാണ് എന്ന് പറഞ്ഞ് എൻ്റെ മനസ്സിൽ ആഗ്രഹങ്ങളുണ്ടാക്കി. ഇപ്പോൾ പെട്ടെന്ന് നീ എൻ്റെ അവകാശിയല്ല, നിനക്കൊരു അവകാശവുമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? അത് കേട്ടാൽ ആർക്കാ ദേഷ്യം വരാത്തത്? അതുകൊണ്ടാണ് എനിക്കുള്ളത് ഞാൻ തന്നെ അങ്ങ് എടുത്തത്. എന്തൊക്കെ പറഞ്ഞാലും നീ ചെയ്തത് ഒട്ടും ശരിയായില്ല മേഘ. നോക്ക്, വരിക, ജോലി നോക്കണം, പൊക്കണം. വെറുതെ എൻ്റെ അടുത്ത് വന്ന് ഉപദേശിക്കാൻ നിൽക്കല്ലേ. മിണ്ടാതിരുന്ന് ജോലി ചെയ്യാൻ നോക്ക്. അപ്പോഴാണ് ഒരു സ്റ്റാഫ് വന്നിട്ട് പറയുന്നത് ചന്ദ്രികയോട്, എക്സ്ക്യൂസ് മീ മാം. വരൂ. മേഘയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അത്. ചൈനയിൽ നിന്ന് ഒരു വലിയ കമ്പനി പുതിയ മെഷീനറീസ് ലോഞ്ച് ചെയ്യുന്നു. ആ കമ്പനിയുടെ ഇന്ത്യൻ സെയിൽ റെപ്രസെൻറ്റേറ്റീവ് മേഡത്തിനെ കാണണം എന്ന് പറയുന്നു. മേഡത്തിന് ആ മെഷീനറീസിനെ പറ്റി ഒരു ഡെമോ തരാൻ വേണ്ടിയിട്ട്. ഞാൻ പറയട്ടെ മേഡം? ചന്ദ്രിക ചിരിച്ചുകൊണ്ട് പറയാണ്, വരാൻ പറയൂ. ഇതൊക്കെ കണ്ട് മേഘ ചിരിക്കുകയാണ് അപ്പുറത്തുനിന്ന്. പിന്നെ സിദ്ധു സാറിനോട് കൂടി വരാൻ പറയണേ. ഓക്കെ മാഡം.
അപ്പോഴാണ് അയാൾ അകത്തേക്ക് വരുന്നത്. എക്സ്ക്യൂസ് മീ. വരൂ. ഹായ് ചന്ദ്രിക, ലാറ്റ് മീറ്റ് യു എന്നൊക്കെ പറഞ്ഞ് അയാൾ കൈ കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ചന്ദ്രിക കൈ കൂപ്പിയിട്ട് നമസ്കാരം എന്ന് പറയാണ്. ഇരിക്കണം. താങ്ക് യു. അയാൾ ഇരുന്നപ്പോൾ തന്നെ കുറച്ച് ഇംഗ്ലീഷ് വാക്കുകളൊക്കെ പറയാണ്. അതൊന്നും ചന്ദ്രികയ്ക്ക് അത്ര അങ്ങോട്ട് മനസ്സിലായില്ല. അയാളുടെ ലാപ്ടോപ്പ് എടുത്ത് അയാളുടെ പ്രൊജക്റ്റൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് ചന്ദ്രികയ്ക്ക്. അയാൾ വീണ്ടും വീണ്ടും ഇംഗ്ലീഷ് തന്നെയാണ് സംസാരിക്കുന്നത്. ചന്ദ്രികയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. സിദ്ധു ആണെങ്കിൽ വന്നതുമില്ല. ഇതൊക്കെ കേട്ട് മേഘ അവളുടെ സീറ്റിൽ നിന്നും ചിരിക്കുകയാണ്. അവരുടെ പ്രൊജക്റ്റിനെ പറ്റി അയാൾ ഓരോന്നും ചന്ദ്രികയ്ക്ക്, അതായത് സൈലൻ്റായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അയാൾ ഒരുപാട് നേരം അതിനെപ്പറ്റി ചർച്ച ചെയ്യുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു. എല്ലാം ചന്ദ്രിക കേട്ടു നിൽക്കുകയാണ്. ദിസ് ഈസ് മൈ പ്രൊജക്റ്റ് ചന്ദ്രിക, വാട്ട് യു തിങ്ക്? വീണ്ടും അയാളുടെ പ്രൊഡക്റ്റിനെ പറ്റി വിശദമായിട്ട് ചന്ദ്രികയോട് പറയാണ്. അപ്പോൾ ചന്ദ്രിക പറയാണ്, സാർ ഇതുവരെ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. വാട്ട് യു മീ? വാട്ട് ആർ എ സെൻഡ്? അപ്പോൾ ചന്ദ്രിക മേഘ അപ്പുറത്തെ കസേരയിൽ നിന്നും പറയാണ്, എക്സ്ക്യൂസ് മീ സാർ. അയാളുടെ അടുത്ത് ഇംഗ്ലീഷിൽ തന്നെ വെച്ച് കാച്ചാണ്. അയാൾ ഇംഗ്ലീഷിൽ ചന്ദ്രികയെ മേഘയുടെ സംസാരം കേട്ട് എന്തൊക്കെയോ പറഞ്ഞ് അയാൾ എണീക്കാണ്. വേസ്റ്റ് ഓഫ് ടൈം ചന്ദ്രിക, സോറി എന്ന് പറഞ്ഞ് അയാൾ എണീറ്റ് പോയി. അപ്പം മേഘ പറയാണ്, തെരുവിൽ കിടക്കുന്ന ചവറ് കാറ്റടിച്ച് ഗോപുരത്തിൽ വന്ന് ഒട്ടിയാലേ ആ ചവറിന് ഗോപുരം സ്വന്തമായിട്ട് മാറുമോ? അതൊരിക്കലും നടക്കില്ല. നിനക്ക് ഈ ബിസിനസ്സും ഓഫീസും ഇതൊക്കെ മനസ്സിലാക്കാൻ തന്നെ ഒരുപാട് വർഷമാവും. മര്യാദയ്ക്ക് എഴുന്നേറ്റ് പോകാൻ നോക്ക്. നീ അറിയാവുന്ന മറ്റാരെങ്കിലും ഈ സീറ്റിൽ വന്ന് ഇരിക്കട്ടെ, അതായിരിക്കും നിനക്ക് നല്ലത്. ചന്ദ്രികയെ അങ്ങനെ ആവശ്യമില്ലാത്ത കളിയാക്കിയിട്ട് മേഘയുടെ ജോലി ചെയ്യാണ്. പിന്നെ വീട്ടിൽ ആരതി ഒറ്റയ്ക്കിരുന്ന് കരയാണ്. അമ്മ ജാനകി പറഞ്ഞ വാക്കുകൾ ഓർമ്മിച്ചിട്ടാണ് കരയുന്നത്. നമുക്ക് ഈ ബന്ധം ശരിയാവുമെന്ന് തോന്നുന്നില്ല. നിനക്ക് മറ്റൊരു നല്ല ബന്ധം നോക്കാം. ആ സമയത്ത് ആകാശിനെ പറ്റി തന്നെ ചിന്തിക്കുകയാണ്. ആകാശ് അവളെ തന്നെ നോക്കുന്നതും വെള്ളം ജ്യൂസ് എടുക്കുന്നതൊക്കെ. ആകാശ് പറയാണ് ലാസ്റ്റ്, ഇയാളെ തന്നെ വിവാഹം കഴിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അങ്ങനെ ആരതി കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മേഘ അങ്ങോട്ട് വരികയാണ്. ആരതി, എന്താ വല്ലാതിരിക്കുന്നേ? ഇല്ല ചേച്ചി, ഒന്നുമില്ല. എനിക്കങ്ങനെ പ്രശ്നമൊന്നുമില്ല. നിനക്കൊരു ഗുഡ് ന്യൂസ് കേൾക്കണോ? എന്താ ചേച്ചി? നിൻ്റെ അച്ഛനെ ഞാൻ വീണ്ടും നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ ഹെഡായിട്ട് നിയമിച്ചിരിക്കുക. അമ്മ പറഞ്ഞായിരുന്നു. ഇത്ര വലിയൊരു കാര്യം പറഞ്ഞിട്ടും നിൻ്റെ മുഖത്ത് അല്പം പോലും സന്തോഷമില്ലല്ലോ. എന്താ ആരതി, നിനക്ക് എന്ത് പറ്റി? ഒന്നുമില്ല മേഘേച്ചി. ഒന്നുമില്ല. അല്ലല്ലോ, എന്തോ ഉണ്ട്. ഞാൻ 2 ദിവസമായിട്ട് നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. നിൻ്റെ മുഖം വല്ലാതിരിക്കുകയാണല്ലോ. എപ്പോഴും എന്തോ നഷ്ടപ്പെട്ടതുപോലെ ഇരിക്കുന്നു. മേഘ വീണ്ടും ആരതിയോട് ചോദിക്കുകയാണ്, എന്താ കാര്യം, പറയൂ. എന്തായാലും മറക്കാതെ എന്നോട് ആരതി. എനിക്ക് എന്ത് സഹായം ചെയ്യാൻ പറ്റുമോ അത് ഞാൻ ചെയ്യാം. ആരതി വീണ്ടും പൊട്ടി കരയാണ്. അപ്പോൾ മേഘ ഇടയിൽ ചെന്നിട്ട് പറയാണ്, ആരതി, ആരതി എന്തിനാ കരയുന്നേ? എന്താ കാര്യം ആരതി, പറയേ. എന്നോട് പറയുന്നുണ്ടോ ഇല്ലയോ? എന്നെ പെണ്ണ് കാണാൻ വന്നില്ലേ? അതെ. ആ ബന്ധത്തെ അമ്മ വേണ്ടാന്ന് എന്നോട് പറഞ്ഞു. എന്തിനാ? അവർ ഒരുപാട് സ്ത്രീധനം ചോദിക്കുന്നുണ്ടത്രേ. അത് കൊടുക്കാനുള്ള അവസ്ഥ നമുക്കില്ല. അതുകൊണ്ട് ഈ ബന്ധം നടക്കില്ല എന്ന് അമ്മ പറഞ്ഞു. ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, നിനക്ക് ആ പയ്യനെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടോ? എൻ്റെ മനസ്സിലെന്താ അത് പറയ് ആരതി. ഇഷ്ടപ്പെട്ടു. നീയും ആകാശും തമ്മിലുള്ള വിവാഹം നടക്കണം, അത്രയല്ലേ ഉള്ളൂ. നീ വിഷമിക്കണ്ട, ഞാൻ നോക്കിക്കൊള്ളാം. ആരതി പെട്ടെന്ന് തന്നെ ബെഡിൽ നിന്നും ചാടി എണീക്കാണ്. എന്താ മേഘേച്ചി ഈ പറയുന്നേ? അതെങ്ങനെ നടക്കും? അതോർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. ഈ വിവാഹം ഉറപ്പായിട്ടും നടക്കും. ഞാൻ അമ്മായിയോട് സംസാരിക്കാം, എന്താ പോരെ? ചേച്ചി സത്യമാണോ ഈ പറയുന്നേ? സത്യമാണ്. നീ ഹാപ്പി ആയിട്ടിരിക്കും, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. ആരതിക്ക് വീണ്ടും സന്തോഷമായി. നാണം കണ്ടില്ലേ? മേഘ കളിയാക്കുക. ഒന്ന് ചേച്ചി. പിന്നെ കാണിക്കുന്നത് മേഘ ഓഫീസിൽ ഇരുന്ന് വർക്ക് ചെയ്യുകയാണ്. അപ്പോഴാണ് മനീഷ് കയറി വരുന്നത്. അപ്പോൾ മേഘ ചോദിക്കുകയാണ്, മനീഷ്, നീ എന്തിനാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കയറി വരുന്നത്? നീ സസ്പെൻഷനിലാണെന്ന് മറന്നുപോയോ? അതല്ല, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ നിൻ്റെ അടുത്ത് വന്നത്. എന്താ കാര്യം? ആ കള്ള റാസ്കലിനെ ഞാൻ ഇന്നലെ റോഡിൽ വെച്ച് കണ്ടു. കേട്ട് മേഘ ഒന്ന് ഞെട്ടാണ്. കാര്യം മേഘയുടെ അച്ഛനാണല്ലോ. ഏത് കള്ളൻ്റെ കാര്യം പറയുന്നേ? അവനെ തന്നെ, അന്ന് 20 ലക്ഷം രൂപ മോഷ്ടിച്ചില്ലേ, കള്ളനെ. വീണ്ടും ഞെട്ടാണ്. അയാൾ വീണ്ടും പറയാണ്, എനിക്കുണ്ടായ ദേഷ്യത്തിന് അവനെ കഴുത്ത് ഞെരിച്ച് കൊന്നേനെ. ജസ്റ്റ് മിസ്, രക്ഷപ്പെട്ടു. പക്ഷെ അവന് ശരിക്കും ഞാൻ കൊടുത്തിട്ടുണ്ട്. അയ്യോ, എന്നിട്ട്?
പന്ന റാസ്കൾ എൻ്റെ കണ്ണിൽ മണ്ണ് വാരി എറിഞ്ഞിട്ട് ഓടിക്കളഞ്ഞു. എന്താ മനീഷ് ഇത്? കയ്യിൽ കിട്ടിയ കള്ളനെ രക്ഷപ്പെടാൻ അനുവദിച്ചോ? തവണ എൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു. പക്ഷേ വീണ്ടും എൻ്റെ കയ്യിൽ അവനെ കിട്ടാതിരിക്കില്ലല്ലോ. അപ്പോൾ അവനെ ഞാൻ ഉറപ്പായിട്ടും വിടില്ല മേഘ. കള്ളനെ പിടിക്കാൻ പോയിട്ട് നിനക്കൊന്നും സംഭവിക്കരുത്. പോലീസുള്ളപ്പോൾ നീ എന്തിനാ റിസ്ക് എടുക്കുന്നത്? പണം മോഷ്ടിച്ചവൻ പുറത്ത് കറങ്ങി നടക്കുക. പോലീസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഇനി പോലീസിനെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. അവനെ ഞാൻ തന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും. അത്രയും പറഞ്ഞ് മനീഷ് ദേഷ്യത്തോടെ അവിടുന്ന് ഇറങ്ങി നടക്കുകയാണ്. അപ്പോൾ മേഘ വിളിക്കുകയാണ്, ഏയ് മനീഷ് മനീഷ് പിടിക്കല്ലേ. ചിലപ്പോൾ പണം മോഷ്ടിച്ചവൻ വലിയ ആൾക്കാരായിരിക്കും. അവൻ നിന്നെ എന്തെങ്കിലും ചെയ്താൽ എന്തു ചെയ്യും? അതുകൊണ്ട് 20 ലക്ഷം രൂപയല്ലേ, പോന്നെങ്കിൽ പോട്ടെ, ഇട്ടേക്ക്. നീ അവനോട് ഏറ്റുമുട്ടി നിനക്കൊന്നും സംഭവിക്കരുത്. എൻ്റെ ജീവൻ പോയാലും കുഴപ്പമില്ല മേഘ. അവനെ പിടിച്ച് പോലീസിലേൽപ്പിക്കാതെ എനിക്കിനി വിശ്രമമില്ല. അപ്പോൾ നീ അവനെ പിടിക്കാതെ വെറുതെ ഇരിക്കില്ല അല്ലേ? ഉറപ്പായിട്ടും. ശരി, നീ പോയിക്കോ. അവൻ പോയി കഴിഞ്ഞപ്പോൾ മേഘ അവിടെ ഇരുന്നു കൊണ്ട് ചിന്തിക്കുകയാണ്, ഇവൻ അച്ഛനെ വെറുതെ വിടുന്ന ലക്ഷണമില്ലല്ലോ. ഇനി ഒരിക്കൽ കൂടി അച്ഛൻ ഇവൻ്റെ കയ്യിൽ ചെന്ന് പെട്ടാൽ അത്ര തന്നെ. ആദ്യം അച്ഛനോട് സൂക്ഷിക്കാൻ പറയണം. പിന്നെ കാണിക്കുന്നത് ജാനകിയെയാണ്. ജാനകി ഓരോന്നും ആലോചിച്ചു കൊണ്ട് തന്നെ ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് വാസുവും കയറി വരികയാണ്. വാസു വന്നിട്ട് ജാനകിയെ കണ്ടിട്ട് ചോദിക്കുകയാണ്, എന്താ ജാനകി? പെണ്ണ് കാണാൻ വന്നവരുമായി ആരതിയുടെ കല്യാണം നടത്താമെന്ന് വിചാരിച്ചപ്പോൾ സ്ത്രീധനത്തിൻ്റെ പേരിൽ എന്തൊക്കെയാ ചോദിക്കുന്നത്? അതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ സാധിക്കുമോ? അപ്പോൾ ജാനകി പറയാണ്, അത് തന്നെയാണ് ഞാനും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ വന്നപ്പോൾ ആരതിയുടെ വിവാഹം എങ്ങനെയെങ്കിലും നടക്കുമെന്ന് ഞാനും ആലോചിച്ചു. പക്ഷേ അവർ ചോദിക്കുന്ന സ്ത്രീധനം നമുക്ക് എങ്ങനെയാണ് കൊടുക്കാൻ പറ്റുക? അവരിപ്പോഴും നമ്മളെ പഴയ മഹേന്ദ്രൻ്റെ അനിയത്തിയും കുടുംബവും ആണെന്ന് കരുതിയിരിക്കുക. മുൻപത്തെ പോലെ ചേട്ടൻ നമ്മളെ സഹായിച്ചിരുന്നെങ്കിൽ ഇതെല്ലാം നടക്കുമായിരുന്നു. പക്ഷേ ചേട്ടൻ മാറിപ്പോയില്ലേ. അദ്ദേഹം എങ്ങനെയാ ഇനി നമ്മളെ സഹായിക്കുക? ആരതിക്കാണെങ്കിൽ ആ പയ്യനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. അവനെ വിവാഹം കഴിക്കണമെന്ന് അവൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അവൾ ആഗ്രഹിക്കുന്നതിൽ ഒരു തെറ്റുമില്ല ജാനകി. എന്നാൽ അവർ ചോദിക്കുന്നതൊക്കെ നമുക്ക് കൊടുക്കാൻ കഴിയുമോ? കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞിട്ട് നാളെ നമ്മൾ കൊടുക്കാതിരുന്നാൽ നമ്മുടെ മോളുടെ ജീവിതം എന്തായിത്തീരും? പിന്നീട് അത് അവളെ തന്നെയല്ലേ ബാധിക്കുന്നത്? അതേ ഏട്ടാ, അതുകൊണ്ട് അവരോട് അവർ ചോദിക്കുന്ന സ്ത്രീധനം നമുക്ക് കൊടുക്കാൻ പറ്റില്ലെന്ന് പോയി പറഞ്ഞേക്കാം. എനിക്കും അതാ ശരി എന്നാ തോന്നുന്നത്. നാളെ പറ്റുമെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും അവരുടെ വീട്ടിൽ പോയി സംസാരിക്കാം. അറിഞ്ഞാൽ ആരതിയുടെ മനസ്സ് ശരിക്കും വേദനിക്കും. അവളോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമുക്ക് സമാധാനിപ്പിക്കാം. അപ്പോഴാണ് മേഘയും ആരതിയും അങ്ങോട്ട് വന്നത്. എന്നിട്ട് മേഘ പറയാണ്, നിങ്ങളിപ്പോൾ ആരെയും സമാധാനിപ്പിക്കണ്ട. നിങ്ങൾക്കിപ്പോൾ ആരതിയുടെ വിവാഹം നടക്കണം, അത്രയല്ലേ ഉള്ളൂ. അത് ഉറപ്പായിട്ടും നന്നായിട്ട് തന്നെ നടക്കും. ഇല്ല മേഘ, അവർ ചോദിക്കുന്ന സ്ത്രീധനമൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ മാലതി മുത്തശ്ശി അവിടെ വന്ന് എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. ജാനകി വീണ്ടും പറയാണ്, ഈ വിവാഹം നടക്കില്ല മേഘ. നടക്കും, ഞാൻ നടത്തി കാണിക്കും. കേട്ട് വാസു സന്തോഷത്തോടെ ചിരിക്കുകയാണ്. പക്ഷേ മാലതി മുത്തശ്ശിക്ക് അതങ്ങോട്ട് പിടിച്ചിട്ടില്ല. ജാനകി ചോദിക്കുകയാണ്, അതെങ്ങനെയാ? അപ്പോൾ മേഘ, എന്നാണോ നിങ്ങൾ എൻ്റെ ഒപ്പം ഉണ്ടാവുമെന്ന് പറഞ്ഞത് അന്ന് തന്നെ ഞാൻ തീരുമാനിച്ചതാ, ഞാൻ നിങ്ങൾക്കും ഒരു സഹായമായി ഉണ്ടാവുമെന്ന്. അത് കേട്ട് വാസു സന്തോഷത്തോടെ ചിരിക്കുക. ആരതിക്ക് അവർ എന്ത് സ്ത്രീധനാണോ ചോദിച്ചത് അത് ഞാൻ തരാം. അപ്പോൾ മേഘ പറയാണ്, ആരതിക്ക് ആ പയ്യനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അവനെ കൊണ്ട് തന്നെ ആരതിയെ വിവാഹം കഴിപ്പിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. ഇത് കേട്ട് ജാനകിക്കും വാസുവിനുമൊക്കെ സന്തോഷമായി. അതുകൊണ്ട് നിങ്ങൾ ആ സ്ത്രീധനത്തെക്കുറിച്ചോ കല്യാണ ചെലവിനെക്കുറിച്ചോ ഒന്നും തന്നെ ചിന്തിക്കേണ്ടതില്ല. എല്ലാം ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ ആരതിയുടെയും ആകാശിൻ്റെയും നിശ്ചയം നടത്താനുള്ള ഏർപ്പാടുകൾ ചെയ്തോളൂ. മാലതി മുത്തശ്ശിക്ക് ഇതൊന്നും അങ്ങോട്ട് പിടിക്കുന്നില്ല. ഒരു ഷോക്കടിച്ചതുപോലെ അവിടെ നിന്ന് എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുകയാണ്. ജാനകി പിന്നെ സങ്കടത്തോടെ മേഘയുടെ അടുത്തോട്ട് വന്നിട്ട് കൈപിടിച്ചിട്ട് പറയാണ്, മേഘ, ഞാൻ നിന്നെക്കുറിച്ച് എന്തൊക്കെയോ വിചാരിച്ചു. പക്ഷേ ഞങ്ങൾ സ്വപ്നം പോലും കാണാത്ത വിധത്തിൽ നീ ഞങ്ങളെ സഹായിക്കുക. ഇതിനൊക്കെ ഞങ്ങൾ എന്താ പകരം ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയില്ല. നീ എൻ്റെ ചേട്ടൻ്റെയും ചേച്ചിയുടെയും മകളാണെങ്കിലും ശരി, നീ സഹായിക്കുന്നതിൽ എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടെന്ന് പറയാം. പക്ഷേ ഞങ്ങളെ ആരുമല്ല. എന്നിട്ടും നീ ഞങ്ങളുടെ മകൾക്കൊരു നല്ല ജീവിതം ഉണ്ടാക്കി കൊടുക്കുന്നു. ജീവിതകാലം മുഴുവനും ഞങ്ങൾ നിന്നോട് നന്ദിയുള്ളവരായിരിക്കും മേഘ. ദീർഘകാലം നീ നന്നായിരിക്കും. നിങ്ങളുടെ അനുഗ്രഹം ഉണ്ടായാൽ മതി അമ്മായി. എനിക്ക് നിങ്ങളല്ലാതെ മറ്റാരുമില്ല. നിങ്ങൾക്കിത് ചെയ്യേണ്ടത് എൻ്റെ കടമയാണ്.
ഇതൊക്കെ കേട്ട് മാലതി മുത്തശ്ശി വല്ലാത്തൊരു രീതിയിൽ അവിടെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തതായി കാണിക്കുന്നത് മലർക്കുട്ടി പറയാണ്, ബാറ്റും ബോളും സൂപ്പറായിട്ടുണ്ട് മുത്തശ്ശ. മലർക്കുട്ടി മോൾക്ക് ഇഷ്ടപ്പെട്ടോ മുത്തശ്ശൻ ചോദിക്കുക. ഒരുപാട് ഇഷ്ടപ്പെട്ടു മുത്തശ്ശ. ആ, നമുക്ക് ഈ ബാറ്റും ബോളും കൊണ്ട് ക്രിക്കറ്റ് കളിച്ചാലോ? ാമല്ലോ. അത് കേട്ട് മുത്തശ്ശിയും ചിരിക്കുകയാണ് ലക്ഷ്മി. മുത്തശ്ശ, അമ്മയും വന്നു. ചന്ദ്രികയെ എത്ര നന്നായി ബാറ്റ് ചെയ്യുന്നു എന്നറിയാമോ? അതേ ചന്ദ്രികയെ, നിങ്ങളിങ്ങനെ കളിക്കുന്ന കാണുമ്പോൾ എനിക്കും കളിക്കണമെന്ന് തോന്നാ. ഇതെന്താ, വന്ന് കളിക്കും മോളെ ചന്ദ്രികയെ എന്ന് പറഞ്ഞ് ചന്ദ്രികയും കളിക്കാനൊരുങ്ങാണ്. അപ്പോഴാണ് മാലതി മുത്തശ്ശിയും മേഘയും സംസാരിച്ചു കൊണ്ട് വരുന്നത്. അപ്പോൾ മേഘ പറയാണ് മാലതി മുത്തശ്ശിയോട്, അതൊക്കെ നമുക്ക് നോക്കാം. മഹേന്ദ്രൻ ബോൾ എറിഞ്ഞു കൊടുക്കുന്നു, ചന്ദ്രിക ബോൾ ബാറ്റ് അടിക്കുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് മേഘയും മുത്തശ്ശിയും ആ എന്ന് പറഞ്ഞ് നോക്കുകയാണ്. അവർ ആശ്ചര്യത്തോടു കൂടി നോക്കുകയാണ് അവരുടെ കളി കണ്ടിട്ട്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കാണുന്ന സമയത്ത് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതിൻ്റെ കൂടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിക്കുക. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സീ യു ഓൾ.